السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സ്നേഹാദരണീയരായ സതീർത്ഥരെ, ശബ്ദം ശ്രവിക്കുന്ന ആത്മമിതങ്ങളെ, ബദർ അതിജീവനത്തിന്റെ ചരിത്ര പാഠപുസ്തകമാണ്. ബദറിനെ മാറ്റി നിർത്തിയുള്ള ഒരു ചരിത്രവും ഇസ്ലാമിലില്ല. കുറച്ചു നേരത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ബദറിലേക്ക് ക്ഷണിക്കുകയാണ്. ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് അബൂ സുഫിയാനും കൂട്ടരും വരുന്നുണ്ടെന്നറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തും തങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്വത്തുക്കൾ തിരിച്ചു ചോദിക്കാൻ വേണ്ടി അവർ ബദറിലേക്ക് യാത്രയായി. അവർ കുറെ വൈദ്യുനെ പിന്നിട്ടപ്പോൾ അവർക്ക് വിശ്രമം അനിവാര്യമായി വന്നു. അങ്ങനെ അവർ ബദറിനോട് ചേർന്നുള്ള ദുഖ്ബതി എന്ന സ്ഥലത്തെ ടെന്റ് കെട്ടി വിശ്രമത്തിനൊരുങ്ങി. ഈ സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും കൂടി ചെറിയൊരു അന്വേഷണത്തിനായി ദുഖ്ബത്തിന്റെ ഓരങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ സുവന നബിയും അതിങ്ങുമടങ്ങി എങ്കത്തി വസിത്താരോ ക്ഷണം ഫോർ ചുറ്റിട പേര് കഥയറിവായുണ്ട് ഫെരഫെടുത്താരോ സുവന നബിയും അതിങ്ങുമടങ്ങി എങ്കത്തി വസിത്താരോ ക്ഷണം ഫോർ ചുറ്റിട പേര് കഥയറിവായുണ്ട് ഫെരഫെടുത്താരോ സുമേറും സഅദും ബിൻ ഹൈദറും കൂടെ ഉണർന്നങ്ങ് ഫോണാരോ വരത്തിൽ തൊണ്ടി ഫോട്ടന്തൊരു ബ്ലഡ് വേണ്ടും കണ്ടഫെടുത്താരോ ഹബീബ് തങ്ങളും തങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ചെറിയൊരു അന്വേഷണം കഴിഞ്ഞ് ടെന്റിലേക്ക് മടങ്ങി വന്നു. പക്ഷേ അവർ സംതൃപ്തരല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബാക്കളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരോട് പറഞ്ഞു, ഒരു വിശാലമായ അന്വേഷണത്തിന് 3 പേരെ ആവശ്യമുണ്ട്. സ്വഹാബാക്കൾ ഓരോരുത്തരെ ആശിച്ചു, ഞാനായിരിക്കണം ആ 3 പേരിൽ ഒരുവൻ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 3 പേരെ തിരഞ്ഞെടുത്തു. ധീരനായ അലിയാർ തങ്ങളും സഅദ് റളിയല്ലാഹു അൻഹും സുഹൈർ റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ 3 പേർ. അങ്ങനെ അവരെ തിരഞ്ഞെടുത്ത് അവരെ ഒട്ടകപ്പുറത്തെ യാത്ര അയച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇബാദത്തിലേക്ക് നീങ്ങി. അവർ യാത്രയിലായിരിക്കെ ഓരോ സംസാരങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖുറൈശികൾ അവർ എത്ര പേരുണ്ടാകും, ആരായിരിക്കും അവിടെ നേതാവ്, ഇങ്ങനെ ഓരോ സംസാരങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അലിയാർത്ഥങ്ങളെ കാഴ്ച കാണുന്നത് ദുഖ്ബദിനോട് ചേർന്നുള്ള ഒരു കിണറ്റിൽ നിന്ന് മെല്ലെ ആരും കാണാതെ ഒച്ച വെക്കാതെ 2 പേർ വെള്ളം കൊരുന്നു. ഇത് കണ്ട അലിയാർത്ഥങ്ങളെ തന്റെ കൂട്ടുകാരെ തട്ടി വിളിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, ഇത് നമ്മുടെ കൂടെയുള്ളവരല്ലോ, ഇത് നമ്മുടെ കൂടെയുള്ളവരല്ല. അവർ പറഞ്ഞു, ഇത് നമ്മുടെ കൂടെയുള്ളവരല്ല, ഇവരെ എങ്ങനെ കീഴ്പ്പെടുത്തണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കെ അലിയാർത്ഥങ്ങൾ എടുത്തു ചാടി അതിലൊരുവനെ വലിഞ്ഞു മുറുകുന്നു. മറ്റവനെ ഓടാനിരിക്കെ സഅദ് റളിയല്ലാഹു അൻഹു പിടിച്ചു മുറുക്കി വലിഞ്ഞു മുറുക്കി ഇലാ ഹദറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിടുത്ത് മടങ്ങി വന്നടുത്ത പൊള്ളും തറ്റലെടുക്കും തൊള്ളുക്കുമിനിടയിലായി ഫിരിശം നബി സലാം ഫിരിയുന്നതിൽ മുന്നേ ആയികർ പടുകളിൽ മൊഴികളാ ഒടുവിൽ ഉമയ്യരെ ഉടനെ ഖുറൈശികളിടയിൽ ജലമുക്കുന്നവർകളായി നാവിന്റെ മോളിൽ തളർച്ചെറിയ തരിപ്പവർ തവിട മോളിൽ തട്ടനൊരകളായി. സ്വഹാബത്ത് നോക്കുമ്പോൾ 2 പേർ കടന്നു വരുന്നുണ്ട്. അലിയാർത്ഥങ്ങളും തന്റെ കൂട്ടുകാരും അല്ലാതെ 2 പേർ കടന്നു വരുന്നുണ്ട്. സ്വഹാബാക്കൾ ഉറച്ചു വിശ്വസിച്ചു, നമ്മൾ യുദ്ധം വിജയിച്ചു. കാരണം യുദ്ധമുഖത്തെ ഒരു മിനുമിനുക്കി എന്നാൽ അത് യുദ്ധത്തെ തന്നെ മാറ്റിമറിക്കും. അങ്ങനെ അലിയാർത്ഥങ്ങളെയും തന അനുജന്മാരെയും ടെന്റിലേക്ക് വിശ്രമത്തിന് അയച്ചു. ഈ സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്കാരത്തിലാണ്. ഈ 2 ബന്ദികളെ ചുറ്റും സ്വഹാബാക്കളെല്ലാവരും കൂടി നിന്നുകൊണ്ട് അവരോടോരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. അതിനിടയിലാണ് ദേഷ്യപ്പെട്ട മുഖഭാവത്തോടു കൂടി ഒരു സ്വഹാബി മറ്റൊരു സ്വഹാബിയെ വാക്കഞ്ഞു മാറ്റിക്കൊണ്ട് അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നിട്ട് അവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ ആരാണ്, എന്തിനു വേണ്ടി വന്നവരാണ്? അവർ പേടിച്ച് വിങ്ങി അവർ പറഞ്ഞു, ഞങ്ങൾ ഖുറൈശികളുടെ അടിമകളാണ്, അവർക്ക് വെള്ളം കോരാൻ വേണ്ടി വന്നവരാണ്. കൊടുത്തു സാബി കാരണം തന്ന് സുബ്ഹാനല്ലാഹ് അവർ തെറിച്ചു വീഴുകയാണ്. വീണ്ടും ചോദ്യം ആവർത്തിച്ചു, നിങ്ങൾ എന്തിനു വേണ്ടി വന്നവരാണ്? അവർ പേടിച്ച് വിങ്ങി അവർ പറഞ്ഞു, ഞങ്ങൾ ഖുറൈശികളുടെ അടിമകളാണ്, അവർക്ക് വെള്ളം കോരാൻ വേണ്ടി വന്നവരാണ്. വീണ്ടും ദേഷ്യപ്പെട്ട് അടിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നിൽ നിന്നും അടിക്കാൻ സ്വഹാബാക്കൾ പിടിക്കും വതിലവസെടുത്ത് നബി വിടീരുസലാം അതുകൊൾ വിലക്കി വികതികൈ സ്വഹാബരെ സിദ് കണ്ടുറ കോവിലിവർകളാ
അടിക്കാൻ സ്വഹാബാക്കൾ പിടിക്കും വതിലവസെടുത്ത് നബി വിട്ടിരുസലാം അതുകൊൾ വിലക്കി ഫിക്കതിക്കെ സ്വഹാബരെ സിദ് കണ്ടുറ കോവിലിവർകളാം സിദ് കണ്ടുറ കോവിലിവർകളാം. നിർത്തി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കാരത്തിൽ നിന്ന് കടന്നു വരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ബന്ദികളിലേക്ക് കടന്നു വരികയാണ്. അവർ പറഞ്ഞത് സത്യമാണ്. അവർ ഖുറൈശികളുടെ അടിമകളാണ്. അവർക്ക് വെള്ളം കോരാൻ വേണ്ടി വന്നവരാണ്. പിന്നീട് റഹ്മത്തുൽ വറ ഷഫീഉൽ വറ ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തെ ഒന്ന് പിടപ്പിച്ചു. ഈ ബന്ദികളായ നിലയിലുള്ള രണ്ട് അടിമകളിലേക്ക് പ്രവാചകൻ തങ്ങളെ കടന്നു വരികയാണ്. തങ്ങൾ കണ്ട കാഴ്ച വളരെ ഹൃദയഹാനിയായിരുന്നു. ദേഷ്യപ്പെട്ട കൊണ്ട് തങ്ങൾ ചോദിച്ചു, ആരാണ് ഇവരെ കെട്ടിയിട്ടത്? ആരോ പിന്നിൽ നിന്നും കെട്ടയച്ചു വിട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തണുത്തു പുഞ്ചിരിച്ചുകൊണ്ട് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ നിങ്ങൾക്ക് പോകാം, നിങ്ങൾ സ്വതന്ത്രരാണ്. അവർ ശങ്കിച്ചെന്ന് പോയി. അവർ അത്ഭുതപ്പെട്ടു പോയി. ഇത് തന്നെയാണോ മുഹമ്മദ്? ഇത് തന്നെയാണോ ഖുറൈശികൾ നമുക്ക് പരിചയപ്പെടുത്തി തന്ന മുഹമ്മദ്? അവർ അത്ഭുതപ്പെട്ടു പോയി. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അവരതിന് മറുപടി പറയുകയാണ്. ഇതിന് എത്ര മനോഹരമായാണ് മോയിൻകുട്ടി വൈദ്യർ രചിച്ചു വെച്ചത് നോക്കിയേ. എന്തും നബിയുള്ള ബിണ്ട് തേഹാമിണ്ട് ഇഹ്റാജയുള്ളൊരു അഹ്വാഫോത്ത് ശുജൗകളേതെല്ലാം ഉണ്ട് ഹക്കോ നേടുവേ കണ്ടൻ ജഹൽ താമും കണ്ടൻ റൂഹൈറും പിൻ ഇബ്രാന ജാബിറും അബുൽ ഹുസൈനും ഇത് പഠിക്കേ മക്കാരായുള്ളൊരു താമക്കാരും. അവർ ആരൊക്കെയാണുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഖുതുബത്തും ശൈബത്തും വലീദും അടങ്ങുന്ന വൻ സംഘമാണ് മുഹമ്മദേ. നിങ്ങൾക്ക് അവരെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. ഇത് കേട്ടതും പ്രവാചകൻ തങ്ങളെ മുത്തായ തങ്ങളെ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ നിങ്ങൾക്ക് പോകാം, നിങ്ങൾ സ്വതന്ത്രരാണ്. അവർ പറയുകയാണ്, ഉണ്ടവരെല്ലാരും ചെണ്ടനേരന്തോന്നായി പൊങ്കലില്ലായിരുട്ടിങ്കപ്പോൾ എമൊഴിയൊക്കെയും ചൊല്ലിടും ഹക്കദാമേ എണ്ടും നബിയുള്ള ബിണ്ട് തേഹാമിണ്ട് ഇഹ്റാജയുള്ളൊരു അഹ്വാഫാത്ത് ശുജൗകളേതെല്ലാം ഉണ്ട് ഹക്കോ നേടുവേ. അതേ മുഹമ്മദേ, ഞങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഖുതുബത്തും ശൈബത്തും വലീദും അടങ്ങുന്ന വൻ സംഘമാണ് മുഹമ്മദേ. നിങ്ങൾക്ക് അവരെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചത് ഒരു വലിയ സന്ദേശമാണ്. ബദറിനെയും ബദരീങ്ങളെയും പ്രകീർത്തിക്കുന്ന ഈ സദസ്സിന് മുന്നിൽ ആ സന്ദേശം ഞാൻ നിങ്ങളിലേക്ക് വെക്കുകയാണ്. ഏതാണ് ആ കാലം? യുദ്ധമുഖത്ത് ലഭിക്കുന്നവന് അറുകൊല ചെയ്യുന്ന കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ നിങ്ങൾക്ക് പോകാം, നിങ്ങൾ സ്വതന്ത്രരാണ്. പിന്നീട് പ്രവാചകരിൽ നിന്നും ആ അടിമകൾ തിരിഞ്ഞു നടക്കുന്ന കാഴ്ച വളരെ ഹൃദയഹാനിയായിരുന്നു. ഇല്ല, ബദറും ബദരീങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. ഈ തുച്ഛമായ സമയം കൊണ്ട് ഇതിനെ ഇവിടെ അവസാനിപ്പിക്കാൻ സാധിക്കുകയുമില്ല. ഞങ്ങളെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.